മോഹൻലാലിന്റെ മകൾ എന്ന ടാഗ് മാറ്റി വെച്ചാൽ വിസ്മയ മോഹൻലാലിനെ ഒരു നടിയായി നമ്മൾ എങ്ങനെ കാണും? കാരണം തുടക്കം ട്രെയിലർ കണ്ടപ്പോൾ ആദ്യം തോന്നുന്ന കാര്യം ഇതാണ്. ഇത് വെറും ഒരു സ്റ്റാർ കിഡ് ലോഞ്ച് സിനിമയല്ല, എന്തോ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു ത്രില്ലറാണ്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കത്തിലൂടെയാണ് വിസ്മയ മോഹൻലാൽ സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. ട്രെയിലർ നോക്കുമ്പോൾ ഒരു സാധാരണ ഫാമിലി ഡ്രാമ പോലെ തുടങ്ങുന്ന സിനിമ പതിയെ ഒരു സീരിയസ് ത്രില്ലർ മൂഡിലേക്ക് മാറുന്നതാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വിസ്മയെ വെറും മോഹൻലാലിന്റെ മകൾ എന്ന രീതിയിൽ അല്ല, കഥയുടെ സെൻട്രൽ നിർത്തിയിരിക്കുന്നു എന്നതാണ്. ട്രെയിലറിൽ വിസ്മയുടെ ക്യാരക്ടർ ആദ്യം കാണുമ്പോൾ ഒരു നോർമൽ ഹാപ്പി ഗോലക്കി വൈബാണ്. പക്ഷെ ഒരു സംഭവത്തിന് ശേഷം ആ ക്യാരക്ടർ തന്നെ കംപ്ലീറ്റ്ലി മാറുന്നതായി ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ആക്ഷൻ പോർഷൻസ് ഇതൊക്കെ നോക്കുമ്പോൾ ഫിസിക്കൽ പെർഫോമൻസിനും സിനിമയിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം വിസ്മയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ ഓട്ടോമാറ്റിക്കലി വളരെ ഹൈ ആയിരിക്കും. അവസാനം കമ്പാരിസൺ വരുന്നത് ആരോടാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ട്രെയിലറിൽ ലാലേട്ടനെ കാണിക്കുന്ന രീതിയും ഇൻട്രസ്റ്റിംഗ് ആണ്. പോസ്റ്റർ മുതൽ തന്നെ മോഹൻലാലിന്റെ പ്രസൻസ് ശ്രദ്ധ നേടിയിരുന്നു. ട്രെയിലറിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് ക്യൂരിയോസിറ്റി കൂട്ടുന്ന രീതിയിലാണ്. അതുപോലെ ആശിഷ് ജോ ആന്റണി ഉൾപ്പെടെയുള്ള കാസ്റ്റും സ്റ്റോറിയിൽ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത് എന്നത് ട്രെയിലർ പൂർണ്ണമായി റിവീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മൂവിയുടെ ആക്ച്വൽ കോൺഫ്ലിക്ട് എന്താണ് എന്നത് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയി വെച്ചിരിക്കുകയാണ്. ജൂഡ് ആന്റണിയുടെ 2018 ശേഷമുള്ള നെക്സ്റ്റ് ഡയറക്ടോറിയൽ എന്ന നിലയിലും സിനിമ ശ്രദ്ധേയമാണ്. സിനിമാറ്റോഗ്രാഫി ജോമോൺ ടി ജോ, മ്യൂസിക് ജെക്സ് ബിജോയ്, ആക്ഷൻ കൊറിയോഗ്രാഫി യാനിക് ബൻ, സ്റ്റൺ സിൽവ, ടെക്നിക്കൽ ടീംസും പ്രോമിസിംഗ് ആണ്. ട്രെയിലറിന്റെ ഓവറോൾ മൂഡ് നോക്കിയാൽ ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനറിനേക്കാൾ ഡാർക്കായ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ തുടക്കം വിസ്മയ മോഹൻലാലിന്റെ ഒരു ലോഞ്ച് പേഡ് മാത്രമായിരിക്കും. അത് മോഹൻലാലിന്റെ മകൾ എന്ന ടാഗ് മാറ്റി വിസ്മയ എന്ന പേര് തന്നെ ഓഡിയൻസ് ഓർക്കുന്ന ഒരു സിനിമയാകും. ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എത്രയാണ്? വിസ്മയ വർക്കാകുമോ? കമന്റായി അറിയിക്കൂ.